സെക്സ് എഡ്യൂക്കേഷൻ കൂടുതലായിട്ടും ഇപ്പോൾ ആളുകൾ റീൽസിലൂടെ ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ തന്നെ അതല്ലെങ്കിൽ മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇപ്പോൾ പറയുന്നുണ്ട്, സെക്സ് എഡ്യൂക്കേഷൻ കൂടുതലായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലം ഇന്നത്തെ കാലം എല്ലാ കാലത്തും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളും അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്നുള്ളത്. അത് എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് അറിഞ്ഞു എന്നുള്ളതില്ല. ഇന്നത്തെ കുട്ടികൾ കുറച്ചും കൂടെ അവെയർ ആണ്. പണ്ടത്തെ പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളല്ല, അവർ കുറച്ചും കൂടെ നോളജ് സീക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ സെക്സ് എഡ്യൂക്കേഷന്റെ പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. പ്രോപ്പർ ആയിട്ടുള്ള സെക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു മെൻ എന്താണ്, അല്ലെങ്കിൽ ഒരു വിമൻ എന്താണ്, ഒരു പെണ്ണിൻ്റെ സ്ത്രീയുടെ ശരീരം എന്താണ്, അല്ലെങ്കിൽ സ്ത്രീയുടെ ഓർഗാസം എന്താണ്, പുരുഷൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്, ഡിസയർ എന്താണ്, അല്ലെങ്കിൽ സെക്ഷുവൽ ഡിസോർഡറുകൾ എന്താണ്, ഡിസ്ഫങ്ഷൻ എന്താണ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ആളുകളെ കുറിച്ച് ബോധേഡാവണം. ഫാമിലി ലൈഫിൽ ഇഷ്യൂസ് വരുമ്പോൾ ഇപ്പം നമ്മൾ കൗൺസിലിംഗ് എക്സ്പീരിയൻസിലൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളത്.